നമ്മളെ കേരള സ്റ്റോറി സെക്കൻഡും പിന്നെ CPM-ന്റെ ബീഫ് ഫെസ്റ്റിവൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അച്ഛന്റെ പ്രസംഗം കേൾക്കുകയുണ്ടായി. അച്ഛന്റെ പ്രസംഗം എന്നല്ല, ഒരു അച്ഛൻ ചെയ്ത വീഡിയോ ആണ്, പണ്ടത്തെ കേരള കൗമുദിയുടെ ഒരു വാർത്തയെ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 24-ന്റെ ഒരു ന്യൂസും ഞാൻ കണ്ട്. അപ്പോഴാണ് ഞാൻ ശരി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പൊ പ്രത്യേകിച്ച് ഇതിലിപ്പോൾ നമുക്ക് അഭിപ്രായമൊന്നുമില്ല, കാരണം എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി ഇങ്ങനെ നടന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല. നടന്നത് അനുഭവക്കാരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല, അപ്പൊ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങളിത് കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ, ഇങ്ങനെ നടക്കുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. നമുക്ക് എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യവും പിന്നെ 24-ന്റെ ന്യൂസും. ഇത് ഈ നേരത്തെ വന്നിരുന്ന വാർത്തയാണ്, ഇപ്പോ ഈയിടെ അതും മീഡിയ കേട്ടു. 2012 ജൂൺ മാസത്തെ കലാകൗമുദി ഇറങ്ങിയപ്പോൾ അതിനകത്ത് കവർ, അതായത് ഫ്രണ്ട് പേജിൽ അടിച്ചിരുന്നത് കേരളത്തെ തകർക്കാൻ ലവ് ജിഹാദ്, മതം മാറ്റം, കള്ളപ്പണം എന്നായിരുന്നു വലിയ അക്ഷരത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അതിനുശേഷം അതിന്റെ താഴെ ഒരു മാസം മാറുന്നത് 150 യുവതികൾ, 2006 ശേഷം മാറിയത് 6129 പേർ എന്ന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അതിന്റെയും താഴെ ഓരോ ഗ്രൂപ്പ് തിരിച്ച് ബ്രാഹ്മണര്, നായര്, ഈഴവര്, ക്രിസ്ത്യാനി, ഇങ്ങനെ കൃത്യമായിട്ട് ഇത്ര പേരെന്ന് എണ്ണം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ കലാകൗമുദി മാർക്കറ്റിൽ ഇറങ്ങി ആളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഈ കേരളം മുഴുവനും ആളുകൾ ഒരുമിച്ച് നടന്ന് അത് മുഴുവൻ മേടിച്ച് നശിപ്പിച്ചു കളഞ്ഞു, ആളുടെ കയ്യിലെത്താതെ. അന്ന് മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല, കത്തിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ചതിനെ കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? കാര്യം എന്നറിയാമോ? അന്ന് അങ്ങനെ ചെയ്യാൻ കാരണം അന്ന് ഇവർക്ക് ഇത്രയും വോട്ടില്ല. ഇന്ന് ആണെങ്കിൽ സംഭവം വേറെ ആയിട്ട് മാറി വരുന്നു.